How do you handle stress in fast-paced hospital environment? എന്താ സംഭവം എന്നുള്ളതല്ലേ. അതായത് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനാണ്, എന്ത് ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കുക എന്നുള്ളത്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ആദ്യമേ നമുക്ക് മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്തൂടെ. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം. അതായത് ഹോസ്പിറ്റൽ പോലെയുള്ള വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് സിസ്റ്റംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് സ്ട്രെസ്സ് സ്വാഭാവികമാണ്. എങ്ങനെ നിങ്ങൾക്ക് അവിടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ആ ഒരു സ്ട്രെസ്സ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല പേഷ്യൻ്റ് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് സ്വാഭാവികമാണ്. എന്തായാലും ഒരു സ്ട്രെസ്സ് വരാനുള്ള ചാൻസും നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലൊരു HR നിങ്ങൾ ഏറ്റവും കൂടുതൽ അളക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ടീം കോർഡിനേഷനൊക്കെയാണ് അവരിതിൽ നമ്മൾ അസസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട്, വളരെ കാം ആയിക്കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുന്നത് ഈ രീതിയിലാവണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഞാനൊരു സ്ട്രക്ചർ പറഞ്ഞൊരു നിങ്ങളുടെ ഭാഷയിലേക്ക് നിങ്ങൾക്കത് മാറ്റാം. ഫോർ എക്സാമ്പിൾ, യെസ് സാർ, സ്വാഭാവികമാണ് സ്ട്രെസ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് വർക്കുകൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യമേ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുന്നേ തന്നെ എപ്പോഴും ഞാനൊരു ടു ഡു ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യും. കൂടാതെ അതേ ടു ഡു ലിസ്റ്റിൽ തന്നെ ചിലപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് വന്നതിന് ശേഷം ഒരുപാട് ഡ്യൂട്ടികൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ടു ഡു ലിസ്റ്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ എനിക്ക് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ എനിക്ക് കിട്ടി. ഈ ടു ഡു ലിസ്റ്റിൽ ഞാൻ എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്താൽ എനിക്ക് സ്ട്രെസ്സ് കൂടും. അപ്പോൾ ഞാൻ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ അവിടെ എന്ത് കാര്യത്തിലാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, അതിന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യും. എൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടീം വർക്കാണ്. അപ്പോൾ ടീമുമായിട്ടും ഇതൊരു ഇൻഫർമേഷൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. കൂടാതെ തന്നെ വലിയൊരു ടാസ്ക് ഒക്കെ വരികയാണെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തീർക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഓവർലോഡിലേക്ക് പോവാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് താളം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പാനിക് ആവാതെ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ആ മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വന്നിട്ട് അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ പ്രയോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാധാന്യം കൊടുക്കാൻ പറ്റും. ഇനി സെയിം ടൈമിൽ എനിക്ക് ഒരുപാട് വർക്ക് വന്നു, പ്രയോറിറ്റി ചെയ്തു, ടു ഡു ലിസ്റ്റ് ഇട്ടു, ചെക്ക് ലിസ്റ്റ് ചെയ്തു, ഇതൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഒരുപാട് വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും ഒരു മനുഷ്യനാണ്. ഓപ്പണായിട്ട് പറയാം, നാച്ചുറലായിട്ട് പറയാം, അവിടെ എനിക്ക് സ്ട്രെസ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഓവർലോഡഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഓവർലോഡഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അപ്പം പറയുന്നത് എൻ്റെ ടീമുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഓവർലോഡാണ്, ഒന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒരു മടിയും വിചാരിക്കരുത്. നമ്മളവിടെ നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് മേടിച്ചിരിക്കണം. കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മളെ സഹായിക്കാനാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ്, നമ്മൾ മോണിറ്റർ ചെയ്യാനാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോട് ചോദിക്കുക, മാഡം സാർ എനിക്ക് കുറച്ചൊരു ഓവർലോഡ് പോലെ തോന്നുന്നുണ്ട്, ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. കാരണം അവർ എക്സ്പീരിയൻസ്ഡാണ്. പറയാനുള്ള കാരണം, ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഒരാളാണ്. നമ്മളുടെ മടി കാരണമോ അല്ലെങ്കിൽ നമുക്ക് ഓവർലോഡ് ചെയ്ത കാരണമോ നമുക്കവിടെ എക്സ്ക്യൂസിന് പ്രാധാന്യമില്ല. കാരണം ഹോസ്പിറ്റലാണ്, നമുക്ക് ഒരുപാട് ആളുകൾ ലൈഫ് നമ്മളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു ചാൻസിന് നിൽക്കാതെ ഒരു റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ട് ആൻസർ പറയുക, സാർ എനിക്ക് ഓവർലോഡാണ്, എനിക്കൊരു സപ്പോർട്ട് തരണം എന്ന് പറയുക. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അവർ തരും. ഇനി തീരെ നമ്മൾ 2-3 ദിവസം നമ്മൾ ഹറിബറി ആയിട്ട് ഒരുപാട് നേരം വർക്ക് ചെയ്തു, നമ്മൾ ഓവർലോഡഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോട് ചോദിക്കുക, മാഡം എനിക്ക് പറ്റുന്നില്ല, ഒരു ഹാഫ് ഡേ എനിക്കൊരു ലീവ് തരുമോ, അതല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഞാൻ റിലാക്സ് ചെയ്ത് വരാനുള്ളൊരു അവസരം ചോദിക്കുക. ചിലപ്പം നല്ല എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാനേജർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഹാഫ് ഡേ ലീവ് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ ഒരു 1 hour കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയുക. കാരണം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ റീഫ്രഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളെ സ്ട്രെസ് ഒരുപാട് കുറയ്ക്കും. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമ്മൾ റീഫ്രഷായി നമ്മൾ സ്ട്രെസ് കഴിഞ്ഞ് ഒരു പുതിയൊരാളായിട്ട് പക്ക എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ജോലിയിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് സാർ ഞാൻ എൻ്റെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇംപ്രസ്ഡ് ആവാനുള്ള ചാൻസും ഉണ്ട്, നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു സോ മച്ച്.